സാറേ, ബി.ജെ.പിയെ പ്രതിസന്ധിയിലാക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തിയത് ബി.ജെ.പിയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റായ വി രാജേഷാണെന്ന ഒരു പോസ്റ്ററുകളാണ് വിവിധ ഇടങ്ങളിലുള്ളത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികളിലൊക്കെ ശക്തമായ ചില ഗ്രൂപ്പ് വഴക്കുകൾ. കേരളത്തിലെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കിന് അതിൻ്റെ ഒരു നിലവാരമുണ്ട്. CPM-ലെ ഗ്രൂപ്പ് വഴക്കിന് അതിൻ്റേതായ നിലവാരമുണ്ട്. പക്ഷേ ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്ക് ഈ കോഴിപ്പോര് നടക്കുന്ന പോലെ വ്യക്തികൾ തമ്മിലുള്ള വല്ലാത്ത ശത്രുതയാണ്. അതിൻ്റെ ഒരു താത്വികമായ പരിവേഷമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതേസമയം CPM-ലുണ്ടായിരുന്ന അച്യുതാനന്ദൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ പിണറായി ഗ്രൂപ്പ് രണ്ട് പൊളിറ്റിക്കൽ സ്ട്രീമാണ്, രണ്ട് പൊളിറ്റിക്കൽ തോട്ടാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രൂപ്പുകളാണുള്ളത്. ബി ജെ പിയിൽ അങ്ങനെയല്ല. ബി ജെ പിയിൽ ആരെങ്കിലും ഒരു നേതാവിന് ജനസമ്മതി കിട്ടുന്നു എന്ന് ബോധ്യപ്പെടുന്നതുകൂടി ബാക്കി മുഴുവൻ ആളുകളും കൂടി ഒന്നിച്ചുകൂടി അയാളുടെ പോപ്പുലാരിറ്റി ഇല്ലാതാക്കും. ഈ ഞണ്ടിൻ്റെ പരിപാടി തന്നെയാണ് ഈ ബി ജെ പി കുറേ കാലമായിട്ടുള്ളത്. ഒരാളും ബി ജെ പിയിൽ വളർന്നു വരാൻ അവർ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്തെ മാത്രം കാര്യമല്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞതായിട്ട് പിന്നീട് ഉപശാലകളിൽ കേട്ട ഒരു ഡയലോഗുണ്ട്. ഞങ്ങൾ കുറേ കാലമായി ഇതൊക്കെ കൊണ്ട് നടക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ എന്നും പണിയെടുക്കാനും മത്സരിച്ച് ജയിക്കാനും വേറെ ചില ആളുകൾ വരുന്നത് എന്തായാലും അനുവദിക്കത്തില്ല, ഇയാൾ ജയിക്കുന്നു എന്ന് കാണണം എന്ന് പറഞ്ഞ് പ്രമുഖനായ ഒരു സംസ്ഥാന നേതാവാണ്. അത് ആധികാരികമായിട്ട് ബി ജെ പിയിലെ നേതാക്കന്മാർ തന്നെ പറയുന്നതാണിത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ നേതാക്കന്മാർക്ക് നിന്ന് ജയിക്കാൻ പറ്റില്ല. ജയിക്കാൻ പറ്റുന്ന ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് അവരുടെ കാലുവാരും. ഇനി ബി ജെ പിയിലെങ്ങാണ് ഒരു നേതാവ് വളർന്നു വരുന്ന ഒരു ലക്ഷണം കാണിച്ചെന്ന് വിചാരിച്ചു, മുഴുവൻ ആളുകളും കൂടി അയക്കെതിരായിട്ട് തിരിയും. ഇപ്പം ഞാൻ ഇത് പറഞ്ഞതിൻ്റെ കാര്യം, ഇപ്പം ട്രിവാൻഡ്രത്ത് ശരിക്കും രാജീവ് ചന്ദ്രശേഖറിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ എത്ര, സമാഹരിക്കാൻ കഴിയാത്ത വോട്ടുകൾ ഏതൊക്കെ സെക്ടറിലാണെന്ന് തിരഞ്ഞെടുക്കുക, ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരു മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. അതിനകത്ത് ഇന്ന സ്ഥലങ്ങൾ, ഇന്ന നിയോജക മണ്ഡലങ്ങളിൽ പാർലമെൻ്റ് ആകുമ്പോൾ അവിടെ നമ്മൾ പിന്നോട്ട് പോകും, മറ്റുള്ളിടത്ത് നമ്മൾ മുന്നോട്ട് വരും. പിന്നോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ ആ പിന്നോക്കം പോക്ക് കുറച്ചൊന്ന് തടഞ്ഞു നിർത്താനും, മുന്നോക്കം നമുക്ക് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പരമാവധി വോട്ടുകൾ ശേഖരിക്കാനും കഴിയുന്നതാണ് ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ സാധാരണ പൊളിറ്റിക്കൽ പാർട്ടികൾ സ്വീകരിക്കാറുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വളരെ പ്രകടമായിരുന്നു ലത്തീൻ കത്തോലിക്ക സഭ ബി ജെ പിക്ക് എതിരാണ് എന്നുള്ള കാര്യം. കാരണം സഭയുടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ സഭയുടെ ഏതോ ഒരു പുരോഹിതൻ അദ്ദേഹത്തിൽ പെട്ടെന്ന് മണിപ്പൂരിനെക്കുറിച്ച് ഓർമ്മ വന്നു. അദ്ദേഹം മണിപ്പൂരിനെക്കുറിച്ച് വിലപിക്കുന്നത് നമ്മൾ കേൾക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ഈ മണിപ്പൂർ വന്നത് മണിപ്പൂരിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. ബി ജെ പിയോടുള്ള വിരോധമല്ല, മണിപ്പൂരിനോട് ഇങ്ങനെയൊക്കെ എന്താ സ്നേഹം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു വന്നത്, ലത്തീൻ കത്തോലിക്കരുടെ വോട്ട് പ്രതീക്ഷിക്കുന്നത് പോലെ കിട്ടില്ല, അല്ലെ സഭയുടെ പിന്തുണ കിട്ടില്ല എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? മറ്റ് ചില സ്ഥലങ്ങളിൽ, ഉദാഹരണം കഴക്കൂട്ടം ബി ജെ പിക്ക് നല്ല ബേസുള്ള സ്ഥലമാണ്. നേമത്തൊന്നും ജയിച്ചതല്ലേ നേമം. തിരുവനന്തപുരം ബി ജെ പിക്ക് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്, തിരുവനന്തപുരത്തും ജയിക്കാൻ കഴിയുന്ന കാര്യമാണ്. വട്ടിയൂർക്കാവ്, ഇവിടെ ഈ 4 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കൃത്യമായി ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു ബൂത്തിൽ 10 വോട്ട് വർദ്ധിപ്പിച്ചാൽ മതിയായിരുന്നു. ഒരു വോട്ട് ചെയ്യാത്ത വോട്ടുകൾ, മറ്റാരുടെ വോട്ട് പിടിക്കാനൊന്നും പോകണ്ട, 10 or 20 വോട്ട് ഒരു ബൂത്തിൽ പോൾ ചെയ്യിച്ചിരുന്നുവെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമായിരുന്നു. ഇത് പോൾ ചെയ്യിക്കാതെ പോയത് ബി ജെ പിയുടെ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് മിഷനറിയുടെ അക്ഷന്തവ്യമായ അപരാധമാണെന്നാണ് എനിക്കൊരു തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എന്നുള്ള നിലയിൽ തോന്നിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും ജനസംഖ്യ അതിനു മുമ്പ് കിട്ടിയ വോട്ടുകൾ, കാരണം ആ കാലത്ത് തന്നെ പറഞ്ഞു കേട്ടതാണ്, ഈ തൃശ്ശൂരിൻ്റെ എല്ലാ കാലത്തും തിരുവനന്തപുരമാണ് ബി ജെ പിക്ക് ആദ്യമായി തന്നെ പ്രതീക്ഷ ഉള്ളത്. കഴിഞ്ഞ 2014 മുതൽ ഇവിടെ 2ാം സ്ഥാനത്താണ്. പക്ഷേ പിന്നീട് സുരേഷ് ഗോപിയുടെ വരവോടുകൂടിയാണ് തൃശ്ശൂർ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിവുള്ള ഒരു മണ്ഡലമായി മാറുന്നത്. പക്ഷേ തൃശ്ശൂരിൽ നടത്തിയ ഈ ഒരു ഒരുക്കമുണ്ടല്ലോ, അത് നാം തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ലല്ലോ. അതിനകത്ത് ഒരു കാര്യമുള്ളത്, തൃശ്ശൂർ റോമൻ കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭ നന്നായിട്ട് സുരേഷ് ഗോപിയെ സഹായിച്ചു. അതാണ് നമ്പർ 1. നമ്പർ 2, സുരേഷ് ഗോപിയുടെ ചാരിറ്റി കൊണ്ട് തന്നെ അതർവൈസ് സുരേഷ് ഗോപി തൃശ്ശൂർ വെല്ലോണായിരുന്നു. തൃശ്ശൂരെ നിഷ്പക്ഷ വോട്ടുകൾ സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു, അന്ന് സംശയമൊന്നുള്ളൊരു കാര്യമല്ല.
അപ്പോൾ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് സുരേഷ് ഗോപി സുപരിചിതനാണ്. പിന്നെ വന്ന 2 സ്ഥാനാർത്ഥികളെ അല്ല, അങ്ങനെ പറയുമ്പോഴും സംഘടന ചലിച്ചിട്ടുണ്ടല്ലോ. 70,000-ത്തിലധികം പുതിയ വോട്ടർമാരെ ചേർക്കുകയും ആ രീതിയിൽ സംഘടനയെ ചലിപ്പിക്കാൻ BJPയുടെ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കം തിരുവനന്തപുരത്ത് കണ്ടിട്ടില്ല എന്ന് തിരുവനന്തപുരത്തുള്ളവർക്ക് തന്നെ പരാതി ഉണ്ടല്ലോ. ആ പരാതി നമുക്ക് അടിസ്ഥാനരഹിതമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തൃശ്ശൂർ നന്നായിട്ട് BJPയുടെ സംഘടന ചലിച്ചു. ഒപ്പം പബ്ലിക്കിന്, അതായത് പൊതുസമൂഹത്തിൻ്റെ അംഗീകാരവും സുരേഷ് ഗോപിക്ക് നേടാൻ കഴിഞ്ഞപ്പോൾ അനായാസ വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയില്ലേ. മനോരമയെ കുറിച്ച് പറയേണ്ടെങ്കിലും മലയാള മനോരമ അവരുടെ ഒരു സർവേയിൽ 3-ാം സ്ഥാനത്ത് BJP പോകും എന്നുള്ളതാണ്. അപ്പോൾ പത്രം അധപ്പതിച്ച മഞ്ഞപ്പത്രമാകും, മഞ്ഞപ്പത്രം അധപ്പതിച്ചാൽ മനോരമയാകും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. മനോരമ ഒരു നാണം കെട്ട പത്രമാണ്. അപ്പോൾ അവരിതും ചെയ്തതിനപ്പുറം ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ മനോരമ പോലും സുരേഷ് ഗോപിയുടെ പരാജയം ഉറപ്പാക്കാൻ മനോരമയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞത് ചെയ്തിട്ടാണ് ഈ സർവേ വന്നത്. അപ്പോൾ മനോരമയെ പോലും അതിജീവിച്ചുകൊണ്ട് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യം. പല സർവേകളും സുരേഷ് ഗോപി 2019 തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ നേടിയതിനേക്കാൾ കുറച്ച് വോട്ടാണ് പ്രവചിക്കുന്നത്. അല്ല, ഇവിടുത്തെ സർവേകളെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു അടിസ്ഥാനവുമില്ലാത്ത സർവേകളാണ്. സർവേക്ക് പോകുന്നതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മളോട് പറയുന്നത്. അതിനൊന്നും പൊതുസമൂഹം യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല. സർവേക്കൊന്നും ഒരു പ്രാധാന്യമില്ല. കാരണം സർവേക്കാരോടൊക്കെ പുച്ഛമാ ജനങ്ങൾക്ക്. അതല്ല പ്രശ്നം. അപ്പോൾ തൃശ്ശൂരും ട്രിവാൻഡ്രവുമായിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ആകസ്മികമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ വന്നത്. ചന്ദ്രശേഖരൻ ഒരു 4 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നുവെങ്കിൽ ചിത്രം മറ്റൊന്നാകുമായിരുന്നു. കാരണം ഇവിടെ വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം തൃശ്ശൂർ. രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കോൺടാക്ട് പോയിൻ്റ് പബ്ലിക്കും അല്ല വോട്ടേഴ്സും അദ്ദേഹത്തിനുമായിട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് സമീപിക്കേണ്ടത് BJP നേതാക്കന്മാരെയാണ്. അപ്പോൾ BJP നേതാക്കന്മാരുടെ മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത്. ഒരാളും വന്ന് അവരല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി അവരുടെ കാര്യം എടുത്താൽ 1000 കൊല്ലം കഴിഞ്ഞാലും അവർക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും പറ്റുകയില്ല. ഇപ്പോൾ കേരളത്തിൽ എത്രയോ പ്രാവശ്യം തിരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ പലതും നടന്നില്ലേ, ജയിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യില്ല. അതായത് സിമ്പിൾ ലോജിക്കാണ്, ജനം അവർക്ക് വോട്ട് ചെയ്യില്ല. നമ്മൾ ആ വ്യത്യാസം അറിയണമെങ്കിൽ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് കണ്ടില്ലേ. അതേസമയം കൃഷ്ണകുമാറിന് എന്താ സംഭവിച്ചത്? BJPയുടെ കോട്ടകളിൽ കൃഷ്ണകുമാർ തരിപ്പണമായില്ലേ. BJPയുടെ നേതാവാണ് കൃഷ്ണകുമാർ. പക്ഷേ ഒരു ഇലക്ഷൻ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഒരു അൺഫിറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു കൃഷ്ണകുമാർ. അതാ കൃഷ്ണകുമാർ തോക്കാനുള്ള കാരണം. ഇനി 100 കൊല്ലം കഴിഞ്ഞാലും കൃഷ്ണകുമാറിന് ജയിക്കാൻ പറ്റില്ല അവിടെ. കാരണം ജനം വോട്ട് ചെയ്യില്ല. അപ്പോൾ ജനത്തിന് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ. CPMൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്. BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ഹിന്ദുക്കൾ പോലും തീരുമാനിച്ചിട്ടില്ല. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ വോട്ട് ചെയ്യില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് അടക്കം മറ്റ് പല മണ്ഡലങ്ങളിലെയും പരാജയത്തിൻ്റെ കാരണം നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഞാൻ മറ്റൊരു കാര്യം ഞാൻ പറയാം. ഉദാഹരണത്തിന് ആലപ്പുഴ 3 ലക്ഷം വോട്ടിനോട് അടുത്ത് ശോഭാ സുരേന്ദ്രൻ നേടി. ആലപ്പുഴ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ തട്ടകമാണ്. അവിടാണ് മുന്നേറ്റം നടത്തിയത്. CPM വളരെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവർ ഗൗരവമായിട്ട് ആലോചിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴ പോലും പ്രവർത്തനം ഫലപ്രദമായിരുന്നില്ല എന്നുള്ള വാസ്തവം. കാരണം ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റ് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇല്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതേ മാവേലിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു, ആലപ്പുഴയില്ലായിരുന്നു. ഇത് കൃത്യമായ ഗ്രൂപ്പ് വഴക്കും വ്യക്തിവിരോധവും ഈ BJPക്കാരെ സർവനാശത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പിന്നെ VV രാജേഷ് എന്ത് ചെയ്തു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ പറയാം, രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. BJPക്ക് നല്ല സ്വാധീനമുള്ള വലിയ മുൻതൂക്കമുള്ള 4 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയിരുന്നെങ്കിൽ മാത്രം മതി ഒരുപക്ഷേ തീരദേശ മേഖലയിലെ വോട്ടിൻ്റെ കുറവ് പരിഹരിച്ച് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന് ജയിക്കാൻ കഴിയായിരുന്നു. അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ ഒരു ഉദാഹരണം. ഇപ്പോൾ കൊല്ലത്ത് കൃഷ്ണകുമാറാണ് വന്നത്. കൃഷ്ണകുമാറിനെ പരസ്യമായിട്ട് കയ്യേറ്റം ചെയ്യാൻ പോയത് അവിടുത്തെ BJP നേതാക്കന്മാരാണ്, ജില്ലാ നേതാക്കന്മാരാണ്. അവരാരും ഒരു കാലത്ത് അവിടെ നിന്നും ജയിക്കത്തില്ല. അപ്പോൾ കൃഷ്ണകുമാർ ഒരു ഓളം സൃഷ്ടിച്ചപ്പോൾ കൃഷ്ണകുമാറിനെ കയ്യേറ്റം ചെയ്യാൻ പോയി. അതാണ് കൊല്ലത്ത് നടന്നത്. ഇനി പത്തനംതിട്ടയോട്ട് പോയാൽ അനിൽ ആൻ്റണി വന്നപ്പോഴും അനിൽ ആൻ്റണിയുടെ കൂടെ ആളുകൾ നിന്നുവെങ്കിലും അനിൽ ആൻ്റണി ഒരു എഫക്റ്റീവ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. ഒരുപക്ഷെ അനിൽ ആൻ്റണിക്ക് പകരം ഷോൺ ജോർജ് ആയിരുന്നെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് പത്തനംതിട്ട ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJP നേതാക്കന്മാർ ക്രൗഡ് പുള്ളർമാരായ BJP നേതാക്കന്മാർ വന്നാൽ ഏത് ആദ്യം ചെയ്യുന്ന അവരെക്കുറിച്ച് അപവാദം പറയും. സ്ത്രീകളാണെങ്കിൽ അവരെക്കുറിച്ച് അപവാദം പറയും, പുരുഷനാണെങ്കിൽ അവരെക്കുറിച്ച് കൈക്കൂലി പറയും. കൈക്കൂലി ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ്, അതിനെ നിഷേധിക്കുന്ന കാര്യമല്ല. കൈക്കൂലിക്കാരായ ഒരുപാട് നേതാക്കന്മാർ BJPയിലുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല.
അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരാളിനെ എങ്ങനെ ടോർപ്പിഡോ ചെയ്ത്, മുകളിൽ കൂടെ അല്ല, ടോർപ്പിഡോ ചെയ്ത് നശിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട സംസ്കാരം BJPയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ ശുദ്ധീകരിക്കാതെ ഒരു കാരണവശാലും രാജീവ് ചന്ദ്രശേഖരന് ഒരു തിരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ നേടുക അത്ര എളുപ്പമല്ല. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് കാണുന്ന ഈ പ്രകടനങ്ങൾ. തിരുവനന്തപുരം മാത്രമല്ല, ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതെല്ലാം ജില്ലാ പ്രസിഡന്റുമാർ എഫക്റ്റീവായി വർക്ക് ചെയ്തില്ല എന്ന് പരിശോധിക്കണം, എവിടെയൊക്കെ വോട്ട് കുറഞ്ഞു എന്ന് പരിശോധിക്കണം, ഏതെല്ലാം കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് വോട്ട് കുറഞ്ഞ് എന്ന് നോക്കണം. ഏതെങ്കിലും ഒരു ആത്മാവിനെ പിടിച്ച് ജില്ലാ പ്രസിഡന്റ് ആക്കിയാൽ പോരാ, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. കഴിവില്ലാത്തവൻ എന്തെങ്കിലും അടിച്ച് വിളിക്കളയണം. എല്ലാവരുടെ കാര്യം എന്താണ്? പ്രവർത്തിക്കാൻ കഴിയാത്തവനെ പാർട്ടി പുറത്താക്കണം. അപ്പോൾ അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് ഏത് പ്രസിഡന്റ് ഇന്നെഫക്റ്റീവ്, ഏത് പ്രസിഡന്റ് എഫക്റ്റീവ്, പ്രസിഡന്റ് ഇന്നെഫക്റ്റീവ് പ്രസിഡന്റുമാരെ മാറ്റി എഫക്റ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നിയോജക മണ്ഡലം തൊട്ട് തുടങ്ങേണ്ട കാര്യം ഞാനീ പറയുന്നത്. നിയോജക മണ്ഡലത്തിനെ 2ആയിട്ട് വിഭജിച്ചുകൊണ്ടോ ജില്ലയെ 4ആയിട്ട് വിഭജിച്ചുകൊണ്ടോ വില്ലേജിനെ 8ആയിട്ട് വിഭജിച്ചുകൊണ്ടോ ഒന്നും ജയിക്കാൻ പോകുന്നില്ല. ജയിക്കണമെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം. ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രാദേശിക നേതാക്കന്മാർ വളർന്നു വരണം. പ്രാദേശിക നേതാക്കന്മാർ ഇത്തരം വ്യക്തിവൈരാഗ്യങ്ങളും കുന്നായ്മയും കുശുമ്പുമായിട്ട് നടക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിവാദം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ആത്മപരിശോധന നടത്താനും, കാരണം അദ്ദേഹമാണല്ലോ തോറ്റത്, ഒപ്പം മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ BJPക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്ന് പരിശോധിക്കാൻ ഒരു അവസരം നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.